വെനീസിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രാവേളയിൽ വനിതാ ജയിൽ സന്ദർശിച്ച് ഫ്രാൻസിസ് പാപ്പ. ഏപ്രിൽ 28 ഞായറാഴ്ച നടന്ന സന്ദർശനത്തിനിടെയാണ് പാപ്പ ജയിലിലെത്തിയ അന്തേവാസികളുമായി സൗഹൃദ സംഭാഷണം നടത്തിയത്. വെനീസിലെ പാപ്പയുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആരംഭമാണ് തടവറയിൽ നടത്തിയ കൂടിക്കാഴ്ച. സാഹോദര്യവും വാത്സല്യവും തുളുമ്പുന്ന ഒരു കണ്ടുമുട്ടലാണ് അന്തേവാസികൾക്കൊപ്പം നടത്തുന്നതെന്ന് തന്റെ സന്ദേശത്തിന്റെ ആമുഖത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. തടവറയിൽ അന്തേവാസികൾക്കൊപ്പം തന്നെ ഓർമ്മിപ്പിച്ചത് കർത്താവാണെന്നും തടവറകൾ പുനർജന്മത്തിനിടങ്ങളായി മാറണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വേദനാജനകമായ വ്യത്യസ്ത പാതകളിലൂടെ ഈയൊരു സ്ഥലത്തെത്തിച്ചേർന്ന എല്ലാവരെയും ദൈവം സ്വീകരിക്കുന്നു. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ സവിശേഷമായവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. തടവറ എന്നത് കഠിനമായൊരു യാഥാർത്ഥ്യമാണ്. നിരവധി പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളറകളിൽ ഉണ്ടെന്നിരിക്കലും ഇത് ധാർമ്മികവും ഭൗതികവുമായ പുനർജന്മത്തിന്റെ ഒരു സ്ഥലമായി മാറണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. പരസ്പര ബഹുമാനത്തിലൂടെയും വിവിധ കഴിവുകളുടെ പ്രോത്സാഹനത്തിലൂടെയും പരിപാലനയിലൂടെയും മാനുഷികമായ അന്തസ്സ് വീണ്ടെടുക്കുവാൻ പരസ്പരമുള്ള സഹകരണം അനിവാര്യമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വത്തിക്കാനിൽ നിന്ന് ഇന്നലെ രാവിലെ 6:30 ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട മാർപ്പാപ്പ രാവിലെ 8 വെനീസിലെത്തി. വനിതാ തടവുകാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയിൽ ചാപ്പലിൽ ബിനാലെ കലാകാരന്മാരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. വെനീസിലെ സെന്റ് മാർക്ക് ചത്തുരത്തിൽ മാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ നിരവധി പേർ പങ്കുചേർന്നിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രഥമ വെനീസ് സന്ദർശനമാണ് ഇന്നലെ നടന്നത്.